എല്ലാ കുടുംബാംഗങ്ങൾക്കും നിറഞ്ഞ മനസ്സോടെ, നിറഞ്ഞ ഹൃദയത്തോടെ, നിറഞ്ഞ രാഷ്ട്രസങ്കല്പത്തോടെ ധന്യമായ സായം സന്ധ്യാവന്ദനം. എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മളുടെ ക്ലാസ്സുകൾ ഇങ്ങനെ പോകുന്നു. ചിലര് കേൾക്കുന്നു, ചിലര് കേട്ട് മനസ്സിലാക്കുന്നു, ചിലരെ കേട്ട് മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തുന്നു. ചെറുതും വലുതുമായിട്ടുള്ള മാറ്റങ്ങൾ, അത് മാത്രമാണ് ഈ ക്ലാസിന്റെ ലക്ഷ്യം. പല പല വിഷയങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യുന്നു. അത് നിങ്ങളുടെ പൂർണ്ണ അനുഗ്രഹത്തോടു കൂടിയാണ്, സഹകരണത്തോടുകൂടി, ഇൻവോൾവ്മെന്റോടുകൂടി അത് നമുക്ക് പരസ്പരം സാധിക്കുന്നത്. ഈ നാടിന്റെ പൈതൃകം എന്നും അഭിമാനാർഹമാം വിധം സയന്റിഫിക് ആണ്, ലോജിക്കലാണ്, റാഷണലാണ്. ഒരു ലക്ഷ്യമേ ഭാരതീയർക്കുണ്ടായിരുന്നുള്ളൂ: ഈ ഭൂമിയിലെ ജീവിതം സ്വർഗസമാനമാക്കുക, സന്തോഷിപ്പിക്കുക, അനുഗ്രഹിക്കുക, അഭിനന്ദിക്കുക. ഏത് കഥകളെടുത്താലും നന്മയുടെയും ധർമ്മത്തിന്റെയും വിജയമേ നമുക്ക് മഹാഭാരതത്തിലും രാമായണത്തിലും പുരാണങ്ങളിലും കാണാൻ സാധിക്കുള്ളൂ. ആ വിജയമാണ് നമ്മളെയെല്ലാം ആത്മനിർഭരതയിൽ എത്തിക്കുന്നത്. അങ്ങനെ ഒരു ധന്യമായ ഒരു സാങ്കല്പികമായ ഒരു ഈശ്വര ചൈതന്യത്തിന്റെ പൂർണ്ണതയാണ് ധനുമാസത്തിലെ തിരുവാതിര എന്ന് പറയുന്നത്. ശിവന് പാർവതിക്ക് ശിവസങ്കല്പമാണ് ശരിക്ക്. രാമനവമി ആഘോഷിക്കുമ്പോൾ രാമൻ ഇതിഹാസ പുരുഷനാണ്. കൃഷ്ണ ജന്മാഷ്ടമി ആഘോഷിക്കുമ്പോൾ അത് കൃഷ്ണൻ ജീവിച്ചിരുന്നു. ദ്വാരക ഇന്നും അറിയാം. പക്ഷേ മഹാവിഷ്ണു അല്ലെങ്കിൽ ബ്രഹ്മാവ് അല്ലെങ്കിൽ ശിവൻ സൃഷ്ടി സ്ഥിതി സംഹാരത്തിന്റെ പ്രതീകമാണ്, സിംബലാണ്. ഈ പ്രപഞ്ച ശക്തിയെ മൂന്നായിട്ട് തിരിച്ചിരിക്കുകയാണ്. ഒന്ന് ജനനം, ആരംഭം, ബ്രഹ്മസൃഷ്ടി, മഹാവിഷ്ണുവിന്റെ പരിപാലനം, പിന്നെ ഡിസ്ട്രക്ഷൻ ഫോർ ദി കൺസ്ട്രക്ഷൻ. അതാണ് മഹാദേവൻ ശിവൻ. ഏകാദശ രുദ്രന്മാര്, ശിവന് 11 ഭാവങ്ങളുണ്ട്. ആ 11 ഭാവങ്ങളിലും ലോക ചരിത്രത്തിലെ ശിവന് മാത്രമുള്ള സാങ്കല്പികമാണ്, ഓർമ്മിക്കുക, ശിവസങ്കല്പം എന്നാ പറയാ. ശിവസങ്കല്പമാണ് ധ്യാനം മാതിരി ബിഭ്രതോർഭിക്കുടാരം മൃഗമഭയവരൗ എന്ന് തുടങ്ങുന്ന മന്ത്രം ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. ശിവനെ ആരാധിക്കുന്നവർ ധാരാളം പേരുണ്ട്. നമ്മുടെ ഈശായില് ശിവൻ തന്നെയാണ് ആരാധനാപാത്രം. ഗംഗ ശിവനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അനവധി ആഘോഷങ്ങളും ആചാരങ്ങളും ശിവരാത്രിയും ശിവനുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നു. അതിന് പ്രധാന കാരണം പാർവതി എന്ന ശക്തിയുടെ പ്രതീകമായിട്ടുള്ള ശിവശക്തിയായുക്തോ എന്ന് പറഞ്ഞ സൗന്ദര്യലഹരിയില് ശങ്കരാചാര്യര് സൗന്ദര്യലഹരി ആരംഭിക്കുന്നത് ശിവശക്തിഐക്യ രൂപിണ്യൈ നമഃ ശിവായൈ നമഃ എന്ന് പറഞ്ഞിട്ട് ലളിതാ സഹസ്രനാമം അവസാനിക്കുന്നത് ശിവശക്തി ഐക്യ രൂപിണ്യൈ നമഃ. തിരുവാതിരയ്ക്ക് നമുക്കുള്ള പ്രത്യേകത, നമ്മള് അതിനകത്തുള്ള ഭക്തിയെ നമ്മൾ ഉൾക്കൊള്ളാൻ സാധിക്കുമെങ്കിൽ അർദ്ധനാരീശ്വര സങ്കല്പം. ടാവോ ഫിസിക്സിലും ശിവതാണ്ഡവത്തെ കുറിച്ചിട്ട് ഫ്രിഡ്ജ് ഓഫ് ക്യാപ്ര പറയുന്നുണ്ട്. ഒരു അസാധാരണ താണ്ഡവമാണ്. പ്രകൃതിയിലുള്ള സർവ്വതിന്റെയും, എയർ മോളിക്യൂള് മുതൽക്ക്, തിരമാല മുതൽക്ക്, മേഘങ്ങൾ മുതൽക്ക്, സുനാമി മുതൽക്ക്, പ്രകൃതിയിലുള്ള ഇലകളുടെ ചാഞ്ചാട്ടം ഉൾപ്പെടെ എല്ലാം
സൈലന്റ് ഓർ വയലന്റ് ശിവതാണ്ഡവമാണ്. അഗ്നിയുടെ നാളം പോലും ശാന്തമായ തിരികത്തുന്ന ഫ്ലെയിം, കാട്ടുതീയും, ശാന്തമായ കാറ്റും, ടോർണാഡോയും സൈക്ലോണും ടെമ്പസ്റ്റും, ശാന്തമായ തിരമാലയും, ഹോറിബിൾ ആയിട്ടുള്ള ഫെറോഷ്യസ് തിരമാലയും, ശാന്തമായ ഭൂമിയും, വളരെ ശക്തമായിട്ട് കുലുങ്ങുന്ന ഭൂമിയും, പഞ്ചഭൂതങ്ങളില് ശിവന്റെ ശാന്തവും അതുപോലെ അതിന്റെ ഓപ്പോസിറ്റും സൈലന്റ് ആൻഡ് വയലന്റ് ഭാവങ്ങളുണ്ട്. ആ ശിവഭാവങ്ങളില് നമുക്ക് കാണാൻ സാധിക്കുന്ന ഭഗവാൻ കൃഷ്ണൻ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് സയൻസിനെ കുറിച്ച് കടന്നാൽ സെൻട്രിഫ്യൂഗലും സെൻട്രിപെറ്റൽ ഫോഴ്സും ഒരുമിച്ച നോർത്ത് പോളും സൗത്ത് പോളും ഒന്നിൽ തന്നെയാണ് നിലനിൽക്കുന്നത്. സൺറൈസും സൺസെറ്റും, ക്ലോക്ക് വൈസും ആന്റി ക്ലോക്ക് വൈസും, പോസിറ്റീവും നെഗറ്റീവ്, ക്ലോക്ക് വൈസും ആന്റി ക്ലോക്ക് വൈസും, രണ്ട് ഇലക്ട്രോണുകൾ ഒരു ആറ്റത്തിനകത്ത്, ഒന്ന് ക്ലോക്ക് വൈസ് ആകുമ്പോൾ മറ്റേത് ആന്റി ക്ലോക്ക് വൈസ് ആണ്. ഒരേ ആറ്റത്തില്, അതേ ആറ്റത്തിൽ പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണും നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകളും ഒരുമിച്ച് ഒരു ആറ്റത്തിൽ വർത്തിക്കുന്നു. ആ ശിവതാണ്ഡവത്തിന്റെ 11 അടി പൊക്കമുള്ള ബ്രോൺസിന്റെ പ്രതിമ നാസയിൽ വെച്ചിട്ടുണ്ട്. ഗംഭീരമാണ് ശിവതാണ്ഡവം. ആറ്റമിക് മോളിക്യൂളുകളുടെ, ആറ്റമിന്റെയും മോളിക്യൂളുകളുടെയും ഒരു താണ്ഡവമാണ്. എസ് ഓർബിറ്റില്, പി ഓർബിറ്റില്, ഡി ഓർബിറ്റില്, എഫ് ഓർബിറ്റില്, sp3 ഹെർബൈസ്ഡ് ഓർബിറ്റില്, sp2 ഹെർബൈസ്ഡ്. ഒരു സെക്കൻഡിൽ 1822 കിലോമീറ്റർ വേഗതയിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഇലക്ട്രോണുകളുടെ താണ്ഡവ നൃത്തമാണ് ഈ ഓർബിറ്റലുകളിലൂടെ നടക്കുന്നത്. അതുപോലെ ഈ പ്രപഞ്ചത്തിന്റെ താണ്ഡവ നൃത്തം, ബില്യൺസ് ആൻഡ് ബില്യൺസ് ഓഫ് ഗാലക്സീസ് ആൻഡ് ബില്യൺസ് ഓഫ് സോളാർ സിസ്റ്റം ഇൻ എവരി ഗാലക്സി, അതിന്റെ ഒക്കെ ഇങ്ങനെ എന്താ പറയാ, പ്രകാശവർഷ വേഗതയിലാണ് അതൊക്കെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ശിവനില്, അങ്ങനെയുള്ള പ്രകൃതിയില് എല്ലാം പോസിറ്റീവും നെഗറ്റീവുകളും ഒരുമിച്ചാണ് നിലനിൽക്കുന്നത്. അതാണ് അതിന്റെ പ്രത്യേകത. പോസിറ്റീവും നെഗറ്റീവും ഒരുമിച്ച് നിലനിൽക്കുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരിയട്ടെ, സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഉണ്ടെങ്കിൽ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഉണ്ട്, ക്ലോക്ക് വൈസ് ഉണ്ടെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ് ഉണ്ട്. അങ്ങനെ ഏതും ശിവനിൽ ഒരുമിച്ച് ചേർന്നിരിക്കുന്ന ആ കാഴ്ച, പഞ്ചഭൂതങ്ങളില് അഗ്നി നെറ്റിയിലും, കാറ്റ് എയർ ജടയിലും, വെള്ളം ജടയിലും, രോഗത്തിന്റെ 5 തരത്തിലുള്ള മരണം, അഗ്നി കൊണ്ടുള്ള മരണം, കാറ്റ് കൊണ്ടുള്ള മരണം, വെള്ളം കൊണ്ടുള്ള മരണം, രോഗം കൊണ്ടുള്ള മരണം. അതാണ് ഇന്റർനാഷണൽ മെഡിക്കൽ അസോസിയേഷന്റെ സർപ്പം. നമ്മുടെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെയും എംബ്ലം സർപ്പം തന്നെയാണ്. ആയുധം കൊണ്ടുള്ള മരണം, തൃശൂലം. ആ ജീവിതത്തിന്റെ ഡിസ്ട്രക്ഷൻ ഫോർ ദ കൺസ്ട്രക്ഷന്റെ പ്രതീകം കൂടിയാണ് ശിവൻ. ആ ശിവൻ ഒറ്റയ്ക്ക് ഇല്ല, അർദ്ധനാരീശ്വര സങ്കല്പമാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞ മാതിരി ക്ലോക്ക് വൈസും ആന്റി ക്ലോക്ക് വൈസും ഒരുമിച്ച് നിൽക്കണം, സെൻട്രിഫ്യൂഗലും സെൻട്രിപെറ്റലും ഒരുമിച്ച് നിൽക്കണം, നോർത്ത് പോളും സൗത്ത് പോളും ഒന്നിന്റെ തന്നെ ഭാഗമായിട്ട് നിൽക്കണം, പ്രോട്ടോണുകളും ഇലക്ട്രോണുകളും ഒന്നിന്റെ ഭാഗമായിട്ട് നിൽക്കണം. അതുപോലെ തന്നെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ജനനമുണ്ടെങ്കിൽ മരണമുണ്ട്, അതും ഒരുമിച്ചാണ് നിൽക്കുന്നത്. അങ്ങനെ വർത്തിക്കുന്നതാണ് പോസിറ്റീവും നെഗറ്റീവും ഒരുമിച്ച് അർദ്ധനാരീശ്വര സങ്കല്പം. അതിനെക്കുറിച്ച് ധാരാളം സയൻസ് കൈകാര്യം ചെയ്യുന്നവർ വിവരിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഇതിനെ ഒരുമിച്ച് കൊണ്ടുവരാനുള്ള ഒരു അപ്രോച്ച് ഉണ്ടായത് എന്ന് പോലും നമുക്ക് സയൻസിലേക്ക് എക്സ്ട്രാപൊളേറ്റ് ചെയ്യാൻ സാധിക്കും. അവിഭാജ്യ ഘടകമാണ് പുരുഷനും സ്ത്രീയും, അച്ഛനും അമ്മയും, ഭാര്യയും ഭർത്താവും ഒക്കെ അവിഭാജ്യ ഘടകമാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ തിരുവാതിര ആഘോഷിക്കുമ്പോൾ അതിന് എത്രയൊക്കെ കഥകൾ ഉണ്ടാവുമായിരിക്കാം. ഓർമ്മിക്കുക, ശിവനും പാർവതിയും നമ്മുടെ സങ്കല്പത്തിലെ സമുജ്വലങ്ങളായ പ്രതീകങ്ങളാണ്. സയൻസ് കൊണ്ട് പോലും എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുന്ന പ്രതീകങ്ങളാണ്. അതില് നമ്മളുടെ ജീവിതത്തില് എന്നും 21ാം നൂറ്റാണ്ടാണെങ്കിലും 31ാം നൂറ്റാണ്ടാണെങ്കിലും 41ാം നൂറ്റാണ്ടാണെങ്കിലും ഭാരതത്തില് എന്നും സ്ത്രീ പുരുഷ സമത്വം എന്നുള്ളത് ഏകത്വമാണ്. സ്ത്രീ എപ്പോഴും ഉയർന്നു നിൽക്കുന്നു. സ്ത്രീ എപ്പോഴും ഉയർന്നാണ് ഭാരതത്തിൽ നിൽക്കുന്നത്. ഭാരതമാതാവ്, ഗംഗാമാതാവ്, എല്ലാ പ്രകൃതി മാതാവ്, ഗോമാതാവ്, ആ സങ്കല്പങ്ങളെല്ലാം രാമകൃഷ്ണ പരമഹംസർ പറഞ്ഞതുപോലെ ശിഷ്യന്മാരെ വളർത്തിയത് മുഴുവനും ശാരദാദേവിയാണ്. അങ്ങനെ തന്നെ ഉള്ള ആ സമുജ്വലമായിട്ടുള്ള ആ ചരിത്രത്തില് ഭാര്യാഭർത്തൃബന്ധം, മാതൃപിതൃബന്ധം ഏകത്വം അവിഭാജ്യ ഘടകമായിട്ട് നിലനിൽക്കുന്ന ആ സങ്കല്പത്തിലേക്ക് നമുക്ക് പോകാൻ സാധിക്കുമ്പോഴാണ് യഥാർത്ഥത്തില്
ഈ തിരുവാതിര ആഘോഷം ധന്യമാകുന്നു. ബാക്കി കഥകളുണ്ടാവും, കലകളുണ്ടാവും, നല്ല നല്ല ക്ഷേത്രങ്ങള്, ശിവനുമായി ബന്ധപ്പെട്ട എന്തെല്ലാം ആഘോഷങ്ങള്, എന്തെല്ലാം ആചാരങ്ങള്, എന്തെല്ലാം സങ്കല്പങ്ങൾ, എത്രയാ ഗ്രന്ഥങ്ങൾ, എത്രയാ കഥകള്. അതായത് ഒരു ശിവസങ്കല്പം, ശിവപാർവതി സങ്കല്പത്തില് സാഹിത്യം വരുന്നു, ആത്മീയത വരുന്നു, കഥകൾ വരുന്നു, അനുഭവങ്ങൾ വരുന്നു, വിവരണങ്ങൾ വരുന്നു, കലകൾ വരുന്നു. പിന്നെ 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 എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം ചേർക്കുന്ന നാളത്തെ ധനുമാസത്തിലെ തിരുവാതിര നമ്മളുടെ കുടുംബ ബന്ധം, പ്രത്യേകിച്ചും ഞാൻ എൻ്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ കൂടി പറയുന്നു, ഭാര്യാഭർത്തൃബന്ധം ഏറ്റവും ധന്യമാക്കാൻ, ജീവിതത്തില് എല്ലാ നന്മകളും ഭാര്യാഭർത്തൃബന്ധത്തിലൂടെ മക്കൾക്ക് ലഭിക്കാൻ, ആ കുടുംബത്തിനകത്ത് ഐശ്വര്യം ഉണ്ടാവാൻ, എന്നും അമ്മയാണ് അച്ഛനേക്കാൾ മഹത്വമുള്ളത്. രണ്ടുപേരും തുല്യമാണ്. ഞാൻ ആ സ്ത്രീ അനുഭവിക്കുന്ന മഹത്വം പറഞ്ഞതേ ഉള്ളൂ. ഭാര്യയ്ക്കാണ് ഭർത്താവിനേക്കാൾ ചൈതന്യവും കുടുംബ ഗ്രഹദീപിക, ഗ്രഹലക്ഷ്മിയും ഗ്രഹദീപവും എല്ലാം ആവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമ്മളുടെ കുടുംബ പരമ്പര, നമ്മളുടെ പാരമ്പര്യം തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് കൈമാറുന്നത് മുഴുവനും അമ്മ ഭാര്യയിലൂടെയാണ്. അതുകൊണ്ട് ധനുമാസത്തിലെ തിരുവാതിര നിങ്ങൾക്ക് ഏത് രീതിയിൽ ആഘോഷിക്കണം, ആചരിക്കണം എന്ന് തോന്നുന്നോ അത് ചെയ്യുക. അതിന് പ്രത്യേകിച്ച് റൂൾസും റെഗുലേഷൻസും ആരെങ്കിലൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അത് യുക്തിസഹജമാണെങ്കിൽ അത് ഫോളോ ചെയ്യുക. എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ, നമ്മുടെ കേരളത്തിലെ തെക്കേറ്റം മുതൽ വടക്കേറ്റം വരെ ഓരോ വീടുകളിലും ഓരോ വിഭാഗത്തിലും ഓരോ രീതിയുണ്ട്. നിങ്ങൾക്ക് എത്ര സാധിക്കുന്നോ അത്രയും ചെയ്യുക, എങ്ങനെ സാധിക്കുന്നോ അങ്ങനെ ചെയ്യുക. അത് ആനന്ദത്തിനും സന്തോഷത്തിനും ജീവിതത്തെ സ്വർഗസമാനമാക്കാനുമുള്ള അവസരങ്ങളാക്കി മാറ്റുക. അങ്ങനെ നാളത്തെ ധന്യമായ ധനുമാസത്തിലെ തിരുവാതിര മനസ്സിൽ ആഘോഷവും ആഹ്ലാദവും പകരുന്ന ദിവസമാവട്ടെ. എത്ര കാലം, എത്ര തിരുവാതിര നമുക്ക് സാധിക്കുന്നോ അത്രയും. ഓരോ ജന്മദിനം ആഘോഷിക്കുമ്പോഴും ഞങ്ങൾ പറയുമായിരുന്നു, അടുത്ത ജന്മദിനത്തിന് നമ്മുടെ അവസ്ഥ എന്താണെന്ന് അറിഞ്ഞൂടാ, അടുത്ത ഓണത്തിന് നമ്മുടെ അവസ്ഥ എന്താണെന്ന് അറിഞ്ഞൂടാ, അടുത്ത വിഷുവിന് എന്താണെന്ന് അറിഞ്ഞൂടാ. അങ്ങനെ ഓരോ വിഷുവും ഓരോ ഓണവും ഓരോ ദീപാവലിയും ഓരോ ജന്മദിനവും കഴിയുമ്പോൾ ആരാ കൂടെ ഉള്ളത്, ആരാ വിട്ടുപോകുന്നത് ഒന്നും അറിഞ്ഞൂടാ. അതുകൊണ്ട് ഗോപാലകൃഷ്ണൻ എന്ന ഞാൻ തൊഴുകൈയോടെ അഭ്യർത്ഥിക്കുന്നു, ഓരോ ദിവസവും കൂടെ ഭാര്യാഭർത്തൃ ബന്ധം നിലനിർത്തിക്കൊണ്ട് ധന്യമായി സന്തോഷിക്കാനും ആഹ്ലാദിക്കാനുമുള്ള ഒരു അവസരമായി തീരട്ടെ. ആത്മീയത കൂടി കലർത്തിയുള്ള ആഘോഷത്തിനുള്ള ദിവസമായി തീരട്ടെ ധനുമാസത്തിലെ തിരുവാതിര എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ക്ലാസ് ഭഗവത്ഗീതയിലേക്ക് നമ്മൾ പതിവ് പോലെ കടക്കുന്നു. അത് എത്രത്തോളം നമ്മുടെ ജീവിതത്തെ ധന്യമാക്കാൻ സാധിക്കുന്നുവോ അത്രയും ധന്യമാക്കട്ടെ. ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, ചിരിക്കുക, ചിരിപ്പിക്കുക, സന്തോഷിപ്പിക്കുക. എത്ര കാലം സാധിക്കുമെന്ന് അറിഞ്ഞൂടാ, കാലം മാറി വരും, കാറ്റിൻ ഗതി മാറും. ആ വരി വളരെ ശ്രദ്ധേയമാണ്. കടൽ വറ്റി കരയാകും, കര പിന്നെ കടലാകും, ജീവിത കഥ ഇത് തുടർന്നു പോകും. ആ ജീവിത കഥ ഇങ്ങനെ തുടർന്നു വരും. ഞാൻ ഇന്ന് ഇൻസിഡന്റലി സുഹൃതം എന്ന സിനിമയെ കുറിച്ച് പറഞ്ഞപ്പോൾ 2-3 പേര് കമന്റ് എഴുതി, അത് കാണാൻ പോലും പറ്റില്ല സാർ, അത് ഭയങ്കരമായിട്ട് മനസ്സിനെ സ്വാധീനിക്കുന്നതാണ്. കുറെ കാലങ്ങൾക്ക് മുമ്പുള്ള ഒരു സിനിമയാണ്, എന്തൊരു ഒറിജിനൽ സിനിമയാണ്. ഇതൊക്കെ നമ്മളുടെ ബന്ധങ്ങൾ എങ്ങനെ നിലനിർത്തണമെന്ന് നമ്മളെ പഠിപ്പിക്കുന്നു. സാധിക്കുന്നിടത്തോളം അത്രയും ഞാൻ പറയുന്നുള്ളൂ, അത്രയേ ഞാൻ പറയുന്നുള്ളൂ. സാധിക്കുന്നിടത്തോളം സാധിക്കുന്നവര് എന്താഘോഷിക്കുമ്പോഴും എന്താചരിക്കുമ്പോഴും എന്തെല്ലാം ആസ്വദിക്കുമ്പോഴും ഒരുമിച്ചുള്ളപ്പോൾ അതിന് 10 ഇരട്ടി മധുരമാണ്. ഒറ്റയ്ക്കാവുമ്പോൾ മധുരം ഉണ്ടെങ്കിൽ ആ സാധനത്തിന് മധുരം ഉണ്ടെന്നേ ഉള്ളൂ, ഇരട്ടിയൊന്നും ഇല്ല അതിനകത്ത്. ഇനി നമുക്ക് വീണ്ടും ഭഗവത്ഗീതയിലേക്ക് കിടക്കാം. ഈ ആത്മാവ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഉപനിഷത്തുകളിൽ പറയുന്നുണ്ട്, ഇതോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാ സഹ. മനസ്സുകൊണ്ട് ആത്മാവിനെ വിവരിക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ മനസ്സിന് ഉൾക്കൊള്ളാൻ സാധിക്കില്ല, അനുഭവിക്കാൻ സാധിക്കില്ല, എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നില്ല, മനസ്സുകൊണ്ട് മനനം ചെയ്യാൻ സാധ്യമല്ല.
ആത്മാവ് എന്താണെന്ന് ചോദിച്ചാൽ എന്താ ഉത്തരം പറയുക? ഒരു ഉത്തരവും സയൻസിന് പറയാൻ സാധിക്കില്ല. അങ്ങനെയുള്ള ആത്മാവിനെ വാക്കുകൊണ്ട് വിചാരിക്കാൻ. എന്നാലും ഭാരതത്തിലെ ഋഷിവര്യന്മാർ ആത്മാവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കണ്ണുകൊണ്ട് കാണാൻ സാധ്യമല്ല. ഞാൻ നേരത്തെ പറഞ്ഞു, ചക്ഷുഷ ന പശ്യതി എന ചക്ഷുംഷി പശ്യതി. കണ്ണിനെ കാണിപ്പിക്കുന്ന ആ ചൈതന്യം, അത് നമ്മളിൽ ആത്മാവുണ്ടെങ്കിലേ കണ്ണിന് കാണാൻ സാധിക്കുള്ളൂ, ചെവിക്ക് കേൾക്കാൻ സാധിക്കുള്ളൂ. യത് ശ്രോത്രേണ ന ശൃണോതി ഏന ശ്രോത്രമിതം ശ്രുതം. യത് മനസാ ന മനുതേ. മനസ്സുകൊണ്ട് ആത്മാവ് എന്താണെന്ന് മനനം ചെയ്യാൻ സാധ്യമല്ല. പക്ഷേ ശരീരത്തിൽ ആത്മാവുണ്ടെങ്കിൽ മാത്രമേ മനസ്സ് എന്ന പ്രതിഭാസം പ്രവർത്തിക്കുള്ളൂ. ആ മനസ്സാണ് നമ്മളുടെ എല്ലാ സാരഥിയായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. ഇന്ദ്രിയങ്ങൾ കുതിരകളും ശരീരമാണെങ്കിൽ രഥവും എന്ന് ഉപനിഷത്ത് പറയുന്നു. ആ മനസ്സാണ് എല്ലാത്തിനും കാരണം. നമ്മുടെ കഥകൾ അടങ്ങിയിരിക്കുന്ന പുരാണങ്ങളായാലും അനുഭവങ്ങൾ അടങ്ങിയിരിക്കുന്ന ഇതിഹാസങ്ങളായാലും കുറച്ചൊക്കെ വേദങ്ങളായാലും ഉപനിഷത്തുക്കൾ പൂർണ്ണമായും മനസ്സെന്ന പ്രതിഭാസത്തെക്കുറിച്ചാണ് വിവരിക്കുന്നത്. മനസ്സെന്ന പ്രതിഭാസത്തെക്കുറിച്ചാണ് വിവരിക്കുന്നത്. അതുകൊണ്ട് ആ മനസ്സ് നിലനിൽക്കുന്നത് ആത്മാവ് നിലനിൽക്കുമ്പോൾ മാത്രം, അല്ലെങ്കിൽ വേറെ ഒന്നുമില്ല. അതുകൊണ്ട് അനാദിത്വാ 13-ാം അധ്യായത്തിലെ 32-ാമത്തെ വരി നമ്മൾ ഒന്നുകൂടി പറഞ്ഞ് മുമ്പോട്ട് പോകുന്നു. ഈ അധ്യായം തീരാറായി. അനാദിയാണ് ആത്മാവ്. എന്നാണ് ആത്മാവ് ഉത്ഭവിച്ചത് അറിഞ്ഞൂടാ. ഈ ആത്മാവ് എന്ന പ്രതിഭാസം ബാക്കി പലതും പറയാം. ഭൂമി എത്ര കാലമായി എന്ന് ചോദിച്ചാൽ വേണമെങ്കിൽ പറയാം ഇത്രയും ബില്യൺ വർഷം. ഈ സോളാർ സിസ്റ്റം എത്ര വർഷമായി, അതിനും ഇത്ര ബില്യൺ വർഷമോ ട്രില്യൺ വർഷമോ എന്തൊക്കെ പറയാം. പക്ഷെ ആത്മാവ് എന്നാ ആരംഭിച്ചത് എന്ന് ചോദിച്ചാൽ, ആത്മാവിന്റെ ഉത്ഭവം എന്നാണെന്ന് ചോദിച്ചാൽ അറിഞ്ഞുകൂടാ. അപ്പൊ അനാദിയാണത്. അത് അങ്ങനെ ഒരു വാക്ക് മാത്രമേ അതിന് പറയാൻ സാധിക്കൂ. അനാദിത്വാത് നിർഗുണത്വ. ആത്മാവിന് ഏതെങ്കിലും ചക്കയ്ക്ക് ഒരു വാസനയുണ്ട്, മാങ്ങയ്ക്ക് ഒരു വാസനയും ടേസ്റ്റും ഒക്കെ ഉണ്ട്, പഴത്തിനുണ്ട്. നമ്മൾ കഴിക്കുന്ന എല്ലാത്തിനും മിക്കവാറും വാസനയും ടേസ്റ്റും ഒക്കെ ഉണ്ട്. കാണുന്നതിന് സൈസും ഷേപ്പും ഉണ്ട്, കളറും ഉണ്ട്. കേൾക്കുന്നതിന് മാധുര്യമുള്ള അക്ഷരങ്ങള് സൗണ്ടും ഉണ്ട്. പക്ഷേ ആത്മാവിന് നിർഗുണമാണ്. അതിന് കളർലെസ്, ഓർഡർലെസ്, ടേസ്റ്റ്ലെസ് ആൻഡ് ഷേപ്പ്ലെസ് ആൻഡ് സൈസ്ലെസ് ആൻഡ് സോൺ. അതുകൊണ്ട് നിർഗുണത്വ പരം പ്ലസ് പരമാത്മായം അവ്യയം. അതിനെ കുറിച്ചിട്ട് അത് ജനനയില്ല, മരണയില്ല, നിലനിൽപ്പില്ല. നിലനിൽപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ തുടക്കം എന്നുള്ള സാധനയില്ല, അവസാനിക്കുക എന്നുള്ളതൊന്നും അതിനകത്തില്ല. അത് അവ്യയമാണ്. അതിന് ജനന മരണങ്ങൾക്ക് അതീതമാണ്. സൈസ്, ഷേപ്പ്, കളർ ഒന്നും ഇല്ലാത്തതാണ് ആത്മാവ്. ശരീരസ്ഥ അഭി. അത് ശരീരത്തിൽ എത്രയാ പറയാ, തുടക്കം മുതൽക്ക്. കഴിഞ്ഞ ദിവസം ഞാൻ പറയുകയുണ്ടായി, ഒരു ബീജം തന്നെത്താനെ പോകുന്നുണ്ട് അതിന്റെ വാലുകൊണ്ടടിച്ച്. അപ്പൊ അതിനകത്ത് ആത്മാവുണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ടെന്നല്ലാണ്ട് എങ്ങനെയാ പറയാ? അണ്ഡം ബീജത്തെ റിസീവ് ചെയ്യാനായിട്ട് നിൽക്കുന്നു. ആ ബീജം വന്ന് അണ്ഡവുമായിട്ട് ചേരുന്നത് കാത്തുകൊണ്ട് അണ്ഡം നിൽക്കുന്നു. ചേർന്ന് കഴിഞ്ഞാൽ ഉടനെ അത് അമാൽഗമേറ്റ് ചെയ്യുന്നു. അപ്പൊ അതിന് ജീവനുണ്ട്. അപ്പൊ യഥാർത്ഥത്തില് എപ്പോഴാ ഈ ആത്മാവ് ശരീരത്തിലേക്ക് കയറുന്നത്? അത് ബീജമായിരിക്കുമ്പോഴാണോ, അണ്ഡമായിരിക്കുമ്പോഴാണോ? ബീജത്തിൽ ഒരാത്മാവ്, അണ്ഡത്തിൽ വേറൊരു ആത്മാവ്, രണ്ടും കൂടി ചെല്ലുമ്പോൾ വേറൊരു ആത്മാവ്, അങ്ങനെയാണോ? ഇതിനൊന്നിനും ആൻസർ പറയാൻ സാധിക്കില്ല. അന്വേഷിച്ച് ചെന്നെത്തിയാലും ഒരു സ്ഥലത്തും എത്തില്ല. ഏതെങ്കിലൊക്കെ സന്യാസിമാർ ഇതിനെക്കുറിച്ച് അഭിപ്രായം വിവരിച്ചാൽ അത് വിവരണമാവില്ല, അത് അവരുടെ അഭിപ്രായമേ ആവുള്ളൂ. ആര് വിവരിച്ചാലും അത് അവരുടെ അഭിപ്രായമേ ആവുള്ളൂ എന്നുള്ളത് കൊണ്ട് ശരീരസ്ഥ അപി, ശരീരത്തില് ഈ 12 ലക്ഷം തരത്തിലുള്ള ജന്തുക്കളും 4 ലക്ഷം തരത്തിലുള്ള സസ്യലതാദികളിലും എല്ലാം നിലനിൽക്കുന്നു. അതിനകത്ത് നിലനിൽക്കുന്ന ആ ആത്മചൈതന്യം അല്ലയോ കുന്തിപുത്ര, ശരീരത്തിൽ നിലനിൽക്കുമ്പോൾ ശരീരം പ്രവർത്തിക്കുന്നു. അത് പ്രവർത്തിക്കുന്നില്ല. ആത്മാവ് ഒരു പ്രവർത്തനവും ചെയ്യുന്നില്ല. ന കരോതി ന ലിപ്യതേ. ഒരു പ്രവൃത്തിയിലും അത് ഇൻവോൾവ്ഡ് അല്ല. എന്നാൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്, നിങ്ങൾക്ക് അറിയാവുന്നതാണ്, നമുക്കറിയാവുന്നതാണ്. എന്താ നമുക്കറിയാവുന്നത്, നിങ്ങൾക്കറിയാവുന്നത്? ഒരു ശരീരം വിട്ട് വാസാംസി ജീർണാനി യഥാ വിഹായ നവാനി ഗൃഹാതി നരോപറാണി തഥാ ശരീരാണി വിഹായ ജീർണാനി അന്യാദി സംയാദി നവാനി ദേഹി. നമ്മൾ ഈ പഴയ ഷർട്ടും പഴയ ഡ്രസ്സും ഒക്കെ മാറുന്ന മാതിരി ജീർണിച്ച ഡ്രസ്സ് മാറി പുതിയ ഡ്രസ്സ് ഇടുന്നത് പോലെ ജീർണിച്ച ശരീരം മാറി പുതിയ ശരീരം ആത്മാവ് തെരഞ്ഞെടുക്കുന്നു എന്നുള്ളത് സയന്റിഫിക്കലി പ്രൂവൺ ആണ്.
ബ്രയൻ എൽ വൈസിന്റെ മെനി ലൈഫ്സ് മെനി മാസ്റ്റേഴ്സ്, മെസ്സേജസ് ഫ്രം ദി മാസ്റ്റേഴ്സ്, സെയിം സോൾ മെനി ബോഡീസ് എന്ന 2-3 പുസ്തകങ്ങളും പിന്നീട് വന്നിരിക്കുന്ന പല പുസ്തകങ്ങളും എല്ലാം ആത്മാവ് ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ വിവരിക്കുന്നുണ്ട്. എപ്പോ എങ്ങനെ ഏതെന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നും അറിഞ്ഞുകൂടാ. ആ ആത്മാവ് ഭാരതീയ വീക്ഷണപ്രകാരം ഇപ്പൊ സയൻസ് പ്രകാരവും ആ കഴിഞ്ഞ ജന്മം വരെ ചെയ്തിരിക്കുന്ന എല്ലാ നന്മതിന്മകളുടെയും അനുഭവിച്ച് തീരാത്ത ഭാഗം, നന്മ എന്ന് പറഞ്ഞാൽ എന്താണ്? മനസ്സ്, ശരീരം, കുടുംബം, സംസ്കാരം, സമൂഹം, രാഷ്ട്രം, സർവചരാചരങ്ങൾക്ക് സ്ഥിരവും ശാശ്വതവുമായ നന്മ വരുത്തുന്നതിനെയാണ് ബൈ ഡെഫിനിഷൻ നന്മ എന്ന് പറയുന്നത്. മൈൻഡ്, ബോഡി, ഫാമിലി, കൾച്ചർ, സൊസൈറ്റി, നേഷൻ, ഓൾ ലിവിങ് ആൻഡ് നോൺ ലിവിങ് ബീയിങ്സിന് സസ്റ്റൈനബിൾ ആൻഡ് പെർമനന്റ് നന്മ വരുത്തുന്നതിനെയാണ് നന്മ എന്ന് പറയുന്നത്. അതിന് പെർമനന്റ് ആയിട്ട് തിന്മ വരുത്തുന്നതാണ് തിന്മ എന്ന് പറയുന്നത്. ഇപ്പൊ നന്മയും തിന്മയും നമ്മൾ ഈ ജീവിതത്തിൽ ചെയ്തു കഴിഞ്ഞതില് അനുഭവിച്ചു കഴിഞ്ഞതിന്റെ ബാക്കി റെസിഡ്യുവൽ ആയിട്ടുള്ളത്, ആ റെസിഡ്യുവൽ ആയിട്ടുള്ളത് എന്താണോ അത് അനുഭവിച്ചു തീർക്കാൻ പറ്റിയ ഒരു ശരീരത്തെ തെരഞ്ഞെടുക്കുന്നു ഈ ആത്മാവ്. അപ്പോ ആത്മാവിന്റെ കൂടെ എന്താ ഉള്ളത്? ശരിക്കും പറഞ്ഞാല് ഞാൻ ഇടയ്ക്കൊക്കെ പറയാറുണ്ട്, ഇത് പുതിയതായിട്ട് പറയുന്നതല്ല, പണ്ട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എന്റെ ഭഗവത്ഗീത പുസ്തകത്തിൽ, ഹരേ കൃഷ്ണ പ്രസ്ഥാനം പ്രസിദ്ധീകരിച്ച ഈ പുസ്തകത്തില് ഞാൻ മുല്ലപ്പൂവിന്റെ ഒരു മാല വെക്കുകയാണെങ്കിൽ ഈ പ്രദേശത്ത് മുല്ലപ്പൂവിന്റെ വാസന വരുന്നു. വായുവിൽ മുല്ലപ്പൂവിന്റെ വാസനയുടെ മോളിക്യൂളുകൾ വരുന്നത് കൊണ്ട് വായുവിൽ മുല്ലപ്പൂവിന്റെ സുഗന്ധം ഉണ്ടാവുന്നു. ഇവിടെ ഞാൻ വെക്കുന്നത് ഈ ചാണക സംഘി, ഗോമൂത്ര സംഘി, RSS, ഹിന്ദുത്വ സംഘി എന്നൊക്കെ പറയുന്നില്ലേ, അങ്ങനെയുള്ള ചാണക സംഘിയുടെ ചാണകമാണ് ഇവിടെ വെക്കുന്നതെങ്കിൽ ഈ മോളിക്യൂളുകളില് വായുവിന്റെ മോളിക്യൂളുകളില് ഈ ചാണകത്തിന്റെ മോളിക്യൂളുകള്, ഗന്ധത്തിന്റെ മോളിക്യൂളുകൾ ചേരുന്നു. മുല്ലപ്പൂ മാറ്റിയാൽ വായുവിലെ ഗന്ധം പോയി, ചാണകം മാറ്റിയാൽ വായുവിലെ ഗന്ധം പോയി, പിന്നെ വായു മാത്രമായിരിക്കും. ഗന്ധം സ്ഥിരമായിട്ട് കുറെ കാലം നിലനിൽക്കില്ല. അതേപോലെ ബോണ്ടേജ് ഇല്ലാതെ ജസ്റ്റ് ഡിസോൾവ്ഡ് ഇൻ എന്ന രീതിയിൽ, ഇത് ഉപ്പ് വെള്ളത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നത് പോലെ ആ ഉപ്പിനെ, അതൊരു ഫിസിക്കൽ ചേഞ്ചാണ്, ആ ഉപ്പിനെ വെള്ളത്തിൽ നിന്ന് വളരെ എളുപ്പത്തിൽ മാറ്റാൻ സാധിക്കും. വളരെ എളുപ്പത്തിൽ ഉപ്പിനെ വെള്ളത്തിൽ നിന്ന് മാറ്റാൻ സാധിക്കുന്നത് പോലെ ആത്മാവില് അറ്റാച്ച്ഡ് ആയിട്ടോ ഡിസോൾവ്ഡ് ആയിട്ടോ കർമ്മബലത്തിന്റെ റെസിഡ്യുവൽ കർമ്മബലം, പോസിറ്റീവോ നെഗറ്റീവോ ആയിട്ടുള്ള റെസിഡ്യുവൽ കർമ്മബലം ആത്മാവ് ക്യാരി ഓവർ ചെയ്ത് അടുത്ത ശരീരത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു എന്ന് അനുമാനിക്കുകയല്ലാതെ വേറൊന്നും ചെയ്യാൻ സാധിക്കില്ല. അത് അനുമാനം പ്രമാണം. ഗസ്സിംഗ് ആൻഡ് എസ്റ്റിമേറ്റിംഗ് ഈസ് ഈക്വൽ ടു ഗസ്റ്റിമേറ്റിംഗ്. അത് മാത്രമേ സാധിക്കുള്ളൂ. അതുകൊണ്ട് ആത്മാവിന്റെ റോൾ എന്താണ് എന്ന് ചോദിച്ചാൽ ന കരോതി ന ലിപ്യതേ എന്ന വാക്ക് ഭഗവത്ഗീതയിൽ 13-ാം അധ്യായത്തിൽ 32-ാമത്തെ ശ്ലോകത്തിൽ കൊടുക്കുമ്പോൾ ആത്മാവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട റോള് വർക്കായിട്ടല്ല അത് ചെയ്യുന്നത്, റോളായിട്ട് അഭിനയിക്കുന്നു ആത്മാവ്, കാരിയറായിട്ട്. കർമ്മബലത്തിന്റെ റെസിഡ്യുവൽ അതെങ്ങനെയെന്ന് ചോദിച്ചാൽ ഒരു പിടുത്തം ഇല്ല. ആരെങ്കിലും പിടുത്തമുള്ളവരുണ്ടോ? ഉണ്ടാവുമായിരിക്കാം, അവരുടെ അഭിപ്രായം നിങ്ങളോട് പറയും. അല്ലാണ്ട് ഫൈനൽ പ്രൂഫ് ഒന്നും അതിനകത്തില്ല. പക്ഷെ കാതറിൻ എന്ന പെൺകുട്ടിയെ റിട്രോഗ്രസീവ് ഹിപ്നോട്ടിസം നടത്തിയിട്ട് നീ എന്തുകൊണ്ട് മരിച്ചതിന് ശേഷം ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നില്ല. അപ്പൊ ആ പെൺകുട്ടി റിട്രോഗ്രസീവ് ഹിപ്നോട്ടിസത്തിലൂടെ റിഗ്രസീവ് ഹിപ്നോട്ടിസത്തിൽ ഇരിക്കുമ്പോൾ മറുപടി പറയുന്നുണ്ട്, എന്റെ ആത്മാവ് സോള് അടുത്ത ശരീരം സ്വീകരിക്കുന്നത് വരെ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എനിക്ക് ഉത്തരം പറയാൻ സാധിക്കില്ല. അടുത്ത ശരീരം മനുഷ്യ ശരീരമാണെങ്കിൽ അത് സ്വീകരിച്ചു കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം പറയാം. അതുവരെ കാത്തിരിക്കുന്നു. എന്തിന് കാത്തിരിക്കുന്നു? എനിക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ശരീരം ലഭിക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുന്നു. അതെവിടെയാ? എവിടെ വേണമെങ്കിലും ആവാം. മംഗോളിയയിലാവാം, ഈജിപ്തിലാകാം, ഇംഗ്ലണ്ടിലാവാം, അമേരിക്കയിലാവാം, കേരളത്തിലാവാം, ക്ലിഫ് ഹൗസിലും AKG സെന്ററിലും ആവാതിരിക്കാം എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഏതായാലും എവിടെ വേണമെങ്കിലും ആകാം. അത് കർമ്മബലത്തിന്റെ അനുസരിച്ചിട്ടാണ് ഇരിക്കുന്നത് എന്ന് സയൻസ് തെളിയിക്കുന്നു. ഏതാണ്ട് ഇവിടെയും അത് തന്നെ ചെയ്യുന്നു. കാരണം ചിലരുടെയൊക്കെ ജന്മം കാണുമ്പോൾ നമ്മൾ പറയാറില്ലേ, പൂർവ്വജന്മ സുഹൃതം, കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത നന്മ കൊണ്ടാണ് നിനക്ക് ഇപ്രാവശ്യം ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്, പൂർവ്വജന്മ ദുഷ്കൃതം കൊണ്ടാണ് നിനക്ക് ഇത്രയധികം ബുദ്ധിമുട്ടുകൾ വരുന്നത്. കർമ്മബലം അത് പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. ബിജു ശ്രീധർ ചോദിക്കുന്ന മാതിരി അഫ്ഗാനിസ്ഥാനിലാകല്ലേ എന്ന് പറയാം. അത് നമുക്ക് വേണമെങ്കിൽ അങ്ങനെയും ചിന്തിക്കാം. അങ്ങനെ ആവല്ലേ എന്ന് വേണമെങ്കിൽ പ്രാർത്ഥിക്കാം. ഏതായാലും പ്രാർത്ഥിക്കുന്നത് കൊണ്ട്
ഭരതന്റെ കഥ പ്രകാരം എഫക്റ്റ് ഉണ്ട്. ഏതായാലും അതവിടെ ഇരിക്കട്ടെ. അപ്പൊ ആത്മാവിനെന്ന കരോതി ന ലിപ്യത എന്ന് കൃഷ്ണൻ പറഞ്ഞു എങ്കിലും ഒരു റോളുണ്ട്. അത് കൃഷ്ണന് മുമ്പും പറഞ്ഞിട്ടുണ്ട്, കൃഷ്ണന്റെ കാര്യത്തിലും പറഞ്ഞിട്ടുണ്ട്, കൃഷ്ണന് ശേഷവും പറഞ്ഞിട്ടുണ്ട്, പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും എല്ലാം പറഞ്ഞിട്ടുണ്ട്. കാരണം ഓരോരുത്തരും അതിന്റെ പൂർവ്വജന്മത്തിൽ എന്തായിരുന്നു എന്ന് നമ്മൾ ശിഖണ്ഡിയുടെ കഥയൊക്കെ നല്ലോണം അറിയാവുന്നതാണ് നമുക്ക്. അപ്പൊ ഇതെല്ലാം ചില കർമ്മങ്ങൾക്ക് വേണ്ടി ചില ശരീരം തെരഞ്ഞെടുക്കുന്നു എന്ന കഥകളിലൂടെ പറയുമ്പോൾ പോലും അനുഭവങ്ങളിലൂടെ അതൊക്കെ വസ്തുതയായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. പലപ്പോഴും നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ന കരോതി, ആത്മാവ് ഒന്നും ചെയ്യുന്നില്ല എന്നല്ല, ആ ആത്മാവാണ് ബ്രിഡ്ജായിട്ട് പ്രവർത്തിക്കുന്നത്. എപ്പോ ബ്രിഡ്ജായിട്ട് പ്രവർത്തിക്കുന്നു? ഫ്രം വൺ ബർത്ത് ടു നെക്സ്റ്റ് ബർത്ത്, ഡിസൈഡിങ് ഫാക്ടർ ടു സെലക്ട് ദ ബോഡി. അതൊരു ക്രൂഷ്യലാണ്. അത്രയേ ഉള്ളൂ. ഡിസൈഡിങ് ഫാക്ടർ ടു സെലക്ട് ദ ബോഡി, ആഫ്റ്റർ വിച്ച് നോ റോൾ. അതിനുശേഷം റോളൊന്നുമില്ല. അതായത് ഒറ്റ റോള്. അത് സിമ്പിൾ അല്ല, കോംപ്ലിക്കേറ്റഡ് ആണ്. ചിലര് അങ്ങനെ ആവാൻ കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ പൂർവ്വജന്മത്തിലെ കർമ്മവും കർമ്മബലവുമാണ് അവരെ അങ്ങനെ ആക്കിയത്. അപ്പൊ ഇങ്ങനെയാ പൂർവ്വജന്മത്തിലെ കർമ്മവും കർമ്മബലവും ഇയാളിലേക്ക് എങ്ങനെയാ വന്നത് എന്നൊരു ചോദ്യം ചോദിച്ചാൽ അതിനുത്തരം ആത്മാവ് പഴയ ശരീരത്തെ ഉപേക്ഷിച്ച് പുതിയ ശരീരത്തിലേക്ക് വന്നപ്പോൾ കർമ്മബലത്തിൽ അനുഭവിച്ചു തീർക്കുക. ആ വാക്ക് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. കർമ്മബലവും കൊണ്ടുവന്നു എന്ന് പറയല്ലേ. പറഞ്ഞാൽ അത് പ്യൂർലി സയന്റിഫിക് ആവില്ല, പ്യൂർലി റാഷണലും ആവില്ല, ലോജിക്കലും അല്ല. കർമ്മബലങ്ങളില് പോസിറ്റീവായാലും നെഗറ്റീവായാലും അനുഭവിച്ച് തീരാത്തതിന്റെ ബാക്കിയും കൊണ്ടാണ് ഇപ്പുറത്തേക്ക് വരുന്നത്. അത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്, ലോജിക്കലാണ്. അനുഭവിച്ച് തീർക്കാത്തത് അനുഭവിക്കാനായിട്ട് ഒരു ശരീരത്തെ തിരഞ്ഞെടുക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ആത്മാവിനെ കുറിച്ചുള്ള വിവരണം വളരെ ഗംഭീരമാണ്. ഇതാണ് യഥാർത്ഥത്തിൽ ഹിന്ദു ധർമ്മം. ഇത് ഹിന്ദു ധർമ്മമാണെന്ന് പറഞ്ഞ് നമ്മൾ പഠിപ്പിച്ചിട്ടില്ല. ഈ വിവരണങ്ങൾ കൊടുത്താൽ ഹിന്ദു ധർമ്മത്തിനെ ചോദ്യം ചെയ്യുന്നവരും എതിർക്കുന്നവരും തമസ്കരിക്കുന്നവരും നിരാകരിക്കുന്നവരും പുച്ഛിക്കുന്നവരും ഉത്തരം പറയാതെ കഷ്ടപ്പെടുന്നവർക്കും ഉത്തരമുണ്ട്. ഇതിനകത്ത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഉത്തരം. ആത്മാവെന്ന് പറഞ്ഞാൽ എന്ത് തേങ്ങാക്കൊലയാടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരമുണ്ട്. അത് അനാദിയാണ്, അത് നിർഗുണമാണ്, അതിനെ വിവരിക്കാൻ സാധ്യമല്ല. അത് കണ്ണുകൊണ്ട് കാണാൻ സാധ്യമല്ല, ചെവികൊണ്ട് കേൾക്കാൻ സാധ്യമല്ല, വായ കൊണ്ട് വിവരിക്കാൻ സാധ്യമല്ല, മനസ്സുകൊണ്ട് മനനം ചെയ്യാൻ സാധിക്കില്ല. പക്ഷെ ഇത് ശരീരത്തിൽ ഉള്ളയിടത്തോളം കണ്ണും ചെവിയും മൂക്കും നാക്കും ഒക്കെ പ്രവർത്തിക്കുന്നത് അതിന്റെ സാന്നിധ്യം കൊണ്ടാണ്. അത് ആസച്ച ശരീരത്തിനകത്ത് നിലനിൽക്കുമ്പോൾ മാത്രമേ ശരീരം പ്രവർത്തിക്കുന്നുള്ളൂ. അത് പ്രവർത്തിക്കുന്നില്ല എങ്കിലും ശരീരം കഴിഞ്ഞ ജന്മം വരെ ചെയ്തിരിക്കുന്ന കർമ്മത്തിന്റെ അനുഭവിച്ചു തീർക്കാത്തതായ ഫലങ്ങള് ഈ ആത്മാവാണ് വെണ്ടുരുറ്റി ബ്രിഡ്ജ് മാതിരി, നമ്മുടെ ലണ്ടനിലെ ബ്രിഡ്ജ് മാതിരി, അതുപോലെ തന്നെ ലോകത്തിലുള്ള വലിയ വലിയ ബ്രിഡ്ജ് മാതിരി ഇക്കരയെ അക്കരയായിട്ട് ബന്ധിപ്പിക്കുന്നത്, കഴിഞ്ഞ ജന്മത്തെ അടുത്ത ജന്മവുമായിട്ട് ബന്ധിപ്പിക്കുന്നത് ഈ ആത്മാവാണ്. വിശ്വസിക്കേണ്ടവർക്ക് വിശ്വസിക്കാം. ഞാനതിൽ വിശ്വസിക്കുന്നില്ല, വെരി ഗുഡ്. വിശ്വസിക്കേണ്ട ഒരു നിർബന്ധമില്ല. ആരെങ്കിലും കൊണ്ടൊക്കെ വിശ്വസിപ്പിക്കൽ നമ്മുടെ ജോലിയേ അല്ല, ആരെങ്കിലും കൊണ്ടൊക്കെ അംഗീകരിപ്പിക്കൽ നമ്മുടെ ജോലിയൊന്നുമല്ല. ആരെങ്കിലും അംഗീകരിച്ചാലേ എനിക്ക് ഞാൻ പറഞ്ഞത് ശരിയാവും എന്ന് ബോധ്യപ്പെടുത്താൻ അങ്ങനെയൊന്നുമില്ല. വേണമെങ്കിൽ വിശ്വസിക്കാം, വേണ്ടെങ്കിൽ വേണ്ട, വേണമെങ്കിൽ അംഗീകരിക്കാം, വേണ്ടെങ്കിൽ വേണ്ട. ഇപ്പൊ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിൽ ആകാശം ഇടിഞ്ഞ് വീഴാനൊന്നും പോണില്ല. 10,000 വർഷമായിട്ട് ഹിന്ദു ധർമ്മം ഇതേപോലെ ഉണ്ട്. 5165 വർഷമായിട്ട് നമ്മുടെ ഹിന്ദു ധർമ്മം ഇതേപോലെ നിൽക്കുന്നു. ഭഗവത്ഗീത ഇതേപോലെ നിൽക്കുന്നു. അതിനൊക്കെ ആരൊക്കെ നശിപ്പിക്കാൻ ശ്രമിച്ചാലും ഒന്നും അതിന് സംഭവിച്ചിട്ടില്ല. അതങ്ങനെ തന്നെ നിൽക്കും. കൂടുതൽ വ്യക്തികളിലേക്ക് അത് കടക്കുകയും ചെയ്യുന്നു. ലോകമെമ്പാടും അത് സ്പ്രെഡ് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ 34ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കുന്നു. യഥാ പ്രകാശയത്യേകം കൃഷ്ണം ലോകമിമം രവിഹി ക്ഷേത്രം ക്ഷേത്രീ തഥാ കൃഷ്ണം പ്രകാശയതി ഭാരത. വളരെ ഭംഗിയായിട്ടൊരു കവിതയാണ് കൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്. എപ്രകാരമാണോ, യാതൊരു പ്രകാരമാണോ ഏകനായ ആദിത്യൻ പൂർണമായ ഈ ലോകത്തെ പ്രകാശിപ്പിക്കുന്നത്, ഏകനായ ഒരേ ഒരു സൂര്യൻ. എന്തൊരു ഭംഗിയല്ല വാക്കുകളുടെ. ഈ കയ്യുകൂപ്പിക്കൊണ്ട് പറയുന്ന മാതിരി പ്രപഞ്ചത്തിൽ സൂര്യനെ ആരാധിച്ചുകൊണ്ട് ആ കൃഷ്ണേന രജസാ വർത്തമാനോ നിമേശ എന്നമൃതം മർത്യം ജഹിരണ്യേന സവിതാരഥേന ദേവോ യാതി ഭുവനാനി പശ്യൻ ആദിത്യായ നമഃ എന്ന് പറഞ്ഞിട്ട് യഥാ പ്രകാശയത്യേക കൃഷ്ണം ലോകമിമം രവിഹി. ഒരേ ഒരു സൂര്യൻ, ഒരേ ഒരു ഇമം ലോകം രവിഹി ഏകം. സൂര്യൻ ഒന്നേ ഉള്ളൂ. ഈ ലോകത്തെ മുഴുവനും കൃഷ്ണം പൂർണ്ണമായും
പ്രകാശയതി പ്രകാശിപ്പിക്കുന്നു. ഏകഹ രവിഹി ഒരു സൂര്യൻ. എപ്രകാരമാണോ ഒരു സൂര്യൻ ലോകത്തെ മുഴുവനും പ്രകാശിപ്പിക്കുന്നത്, അപ്രകാരം ഹേ ഭാരത ക്ഷേത്രി ക്ഷേത്രാധിപതിയായ ആത്മാവ് പരമാത്മാവിന്റെ അംശങ്ങളാണ്. പരമാത്മാവിന്റെ അംശങ്ങളായിട്ടുള്ള ക്ഷേത്രം, ക്ഷേത്രി ക്ഷേത്രത്തെ, ക്ഷേത്രാധിപതിയായ ആ ആത്മാവ് ശരീരത്തെ തഥാ കൃഷ്ണം പൂർണ്ണമായിട്ടും. അപ്പൊ എന്താ ആത്മാവ് എവിടെയാന്ന് ചോദിച്ചാൽ ശരീരത്തിൽ പൂർണ്ണമായിട്ടും. ശരീരത്തിൽ പൂർണ്ണമായിട്ടെന്ന് പറഞ്ഞാൽ എന്താ ഇതിന്റെ അർത്ഥം? ഇപ്പൊ ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഇവിടെ ഒരു കൊതുക് കടിച്ചാൽ ആ കൊതുകിനെ ഞാൻ തട്ടിയാൽ അതിന്റെ അർത്ഥം ഇവിടത്തെ സെല്ലുകൾക്ക് ജീവാത്മാവിന്റെ സാന്നിധ്യം ഉള്ളത് കൊണ്ട് കൊതുക് കടിക്കുന്നതിന്റെ ഫീലിംഗ് എനിക്ക് കിട്ടുന്നു. കൊതുക് കടിക്കുന്നതിന്റെ ഫീലിംഗ് എനിക്ക് കിട്ടുന്നു. എന്റെ ശരീരത്തിലെ ഓരോ കോർണറിലും സെൻസ് ഉണ്ട്. സെല്ലുകള്, ന്യൂറോണുകള് സെൻസ് മെസ്സേജ് കറക്റ്റായിട്ട് ബ്രെയിനിലേക്ക് എത്തിക്കുന്നുണ്ട്. അത് എത്തിക്കാൻ കാരണം എന്താ? ശരീരത്തിൽ ജീവാത്മാവ് ഉള്ളത് കൊണ്ട്. അപ്പൊ ശരീരത്തിലെ ജീവാത്മാവ് എവിടെയാ നിൽക്കുന്നത്? എല്ലാ നൂക്ക് ആൻഡ് കോർണറിലും ശരീരത്തിന്റെ ജീവാത്മാവ് ഉണ്ട്. അത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു വല മാതിരിയല്ല. ഇപ്പൊ കാല് മുറിച്ചു കളയേണ്ടി വന്നാൽ ഡയബറ്റിക്സില് ആ കാലിന്റെ ഭാഗം പോകുമ്പോഴും ബാക്കി ഭാഗത്ത് ജീവാത്മാവ് അതേപോലെ നിലനിൽക്കുന്നു. രണ്ട് കാലും മുറിച്ചു കളയേണ്ടി വന്നാലും രണ്ട് കാലും മുറിച്ചു കളയുമ്പോൾ ആ കാലുകൾ ഉണ്ടായിരുന്നപ്പോ കാലുകളിൽ ആത്മചൈതന്യം പ്രസരിച്ചിരുന്നു. കാലുകൾ മാറ്റിയപ്പോൾ ആ ഭാഗം പോയി, ബാക്കി ഭാഗത്ത് ആത്മചൈതന്യം ഉണ്ട്. ഏത് രീതിയിലാണ്? കൊഴുക്കട്ട. നമ്മുടെ കയ്യിൽ കൊഴുക്കട്ടയുണ്ട്. ആ കൊഴുക്കട്ടയുടെ ഒരു പീസ് എടുത്ത് മാറ്റിയിട്ട് തിന്നു നോക്കാം. അപ്പൊ കൊഴുക്കട്ടയുടെ ടേസ്റ്റ് ഉണ്ട്, അതിൽ ഉപ്പുണ്ട്. അടുത്ത പീസ് എടുക്കാം, അതിലും ഉപ്പുണ്ട്. ബാക്കി ഒരു പീസ് എടുക്കാം, അതിലും ഉപ്പുണ്ട്. അപ്പൊ കൊഴുക്കട്ട തിന്ന് തീരുന്നത് വരെ അതിനകത്ത് ഉപ്പുണ്ട്, ടേസ്റ്റ് ഉണ്ട്. അതുപോലെ ശരീരത്തിലെ എത്രയെല്ലാം അവയവങ്ങളും എന്തെല്ലാം മുറിച്ചു കളഞ്ഞാലും, എത്രയൊക്കെ ചോര വാർന്നു പോയാലും, എത്രയെല്ലാം ചോര ഊറ്റിയെടുത്ത് നമ്മൾ പൈസ ഉണ്ടാക്കാനായിട്ട് ചോര വിറ്റാലും അല്ലെങ്കിൽ സർവീസായിട്ട് ചോര വിറ്റാലും, ഓർമ്മിക്കുക ബാക്കി എന്തൊക്കെ ശരീരത്തിൽ അവശേഷിക്കുന്നോ ആ അവശേഷിക്കുന്നതിലെല്ലാത്തിലും ആത്മചൈതന്യമുണ്ട്. ആത്മചൈതന്യമുണ്ട്. ഏതുപോലെ ഒരു മുറി കംപ്ലീറ്റ്ലി അടച്ചിട്ടാൽ അകത്ത് ഇരുട്ടാണെങ്കിലും പുറത്ത് സൂര്യപ്രകാശമുണ്ട്. എപ്പോഴാണോ മുറി തുറക്കുന്നത് അപ്പൊ പുറത്തുള്ള സൂര്യപ്രകാശം അകത്ത് വരും. 100 വർഷം ഇരുട്ടണഞ്ഞു കിടക്കുന്ന ഒരു മുറിയിൽ പ്രകാശം വരുത്താൻ 100 വർഷം വാതിൽ തുറന്നിടേണ്ട കാര്യമില്ല, 100 വർഷം വിളക്കെത്തിക്കേണ്ട കാര്യമില്ല. ഇപ്പൊ ഇരുട്ട് അകറ്റാൻ ജസ്റ്റ് ഒരു സെക്കൻഡ് വിളക്ക് കത്തിച്ചാൽ മതി എന്ന് പറയുന്നത് പോലെ ശരീരത്തിലെല്ലാ നൂക്ക് ആൻഡ് കോർണറിലും ആത്മചൈതന്യത്തിന്റെ സാന്നിധ്യമുണ്ട്. അത് അനാദിത്വാത് നിർഗുണത്വാത് പരമാത്മായമവ്യയം. ജനനമരണങ്ങളും നിലനിൽപ്പിനെ കുറിച്ചിട്ട് ഒന്നും വ്യക്തമായ ഒരറിവും ഇല്ലാത്തത് കൊണ്ട് അതെവിടെയാ നിലനിൽക്കുന്നത്, ഈശ്വരൻ എവിടെയാ നിലനിൽക്കുന്നത് എന്നുള്ളത് കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്. ഹൃദ്ദേശേ അർജുന തിഷ്ഠതി. അഹേ അർജുന, ഹൃദ്ദേശത്തിലാണ് ഈശ്വര ചൈതന്യം നിലനിൽക്കുന്നത് എന്ന് പറയാം. അപ്പൊ അത് തന്നെയാണോ ഈ ആത്മചൈതന്യം? അത് കൃഷ്ണന്റെ ഭാഷ പ്രകാരം പരമാത്മെന്നും ബ്രഹ്മമെന്നും ഈശ്വരനെന്നും മഹേശ്വരനെന്നും എല്ലാം പറയുന്നത് ഒന്ന് തന്നെയാണെങ്കിലും ചിലപ്പോ ആ ആത്മചൈതന്യം കുറച്ച് കൂടുതൽ കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഹാർട്ടിൽ നിലനിൽക്കുന്നുണ്ടാവും. എന്താ കാരണം? നമ്മുടെ രാത്രി നമ്മളിങ്ങനെ തളർന്നിരിക്കും. ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ആലോചിക്കാറുണ്ട്, നമ്മൾ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ശരിക്കും ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോഴത്തേക്കും നല്ല ഉറക്കം വന്ന് നമ്മൾ ഇടത്തോട്ട് വീഴും അല്ലെങ്കിൽ വലത്തോട്ട് വീഴും. പിന്നെ ആരെങ്കിലും പിടിച്ച് നേരെ കിടത്തണം. പക്ഷേ എവിടേക്കൊക്കെ നമ്മൾ വീണാലും, കാല് ലൂസായാലും, കൈ ലൂസായാലും, കഴുത്ത് ലൂസായാലും, നമ്മുടെ മസിൽസ് ഒക്കെ ലൂസായാലും, ശ്വാസകോശത്തിന്റെ സ്പീഡ്, ശ്വസിക്കുന്ന സ്പീഡ് കുറഞ്ഞാലും ഹാർട്ട് അതേപോലെ പ്രവർത്തിക്കും. 24 മണിക്കൂറും ഹാർട്ട് 3-ാമത്തെയോ 2-ാമത്തെയോ മാസം അത് അടിക്കാൻ തുടങ്ങിയതിന് ശേഷം മരണത്തോടുകൂടിയാണ് ഹാർട്ട് നിൽക്കുന്നത്. മരണത്തോടുകൂടി ഹാർട്ട് നിൽക്കുന്നതാണ്. അപ്പൊ എന്താന്ന് ആലോചിച്ച് നോക്കാം, ആ ഹാർട്ട് നിൽക്കുന്നു. അപ്പൊ ബാക്കിയെല്ലാം ഈവൺ ഉറങ്ങുമ്പോൾ പോലും ബ്രെയിൻ റിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിലും ബ്രെയിനിന്റെ മറ്റ് ആക്ടിവിറ്റികൾ വളരെ എഫക്റ്റീവായിട്ട് നടക്കണില്ല എന്നൊക്കെ അഭിപ്രായം പറയാട്ടോ. കറക്റ്റ് എന്താന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ, എനിക്ക് കറക്റ്റ് ആയിട്ടുള്ളതൊന്നും അറിഞ്ഞുകൂടാ. പക്ഷെ ഹാർട്ടിന് യാതൊരു മാറ്റവും വന്നുകൂടാ. ഹാർട്ട് പോയാൽ എല്ലാം. അപ്പോൾ ആത്മചൈതന്യം ഒരു പക്ഷെ വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഹാർട്ടിൽ ഉണ്ടാവാം. യഥാ
പ്രകാശയതി ഏകഃ യഥാ എപ്രകാരമാണോ പ്രകാശയതി പ്രകാശിക്കുന്നു ഏകഃ രവിഹി ഒരു സൂര്യൻ കൃത്സ്നം പൂർണ്ണമായിട്ടും ഇമം ലോകം ഈ ലോകത്തിൽ ഒരൊറ്റ സൂര്യൻ എങ്ങനെയാണ് പ്രകാശിക്കുന്നത് തഥാ അപ്രകാരം ക്ഷേത്രം ഈ ശരീരത്തെ ക്ഷേത്രി ഈ ജീവാത്മാവ് തഥാ അപ്രകാരം തന്നെ കൃത്സ്നം ശരീരത്തെ പൂർണ്ണമായും പ്രകാശയതി ഹേ ഭാരത പ്രകാശിപ്പിക്കുന്നു. എല്ലാവർക്കും മനസ്സിലാവുന്ന സിമ്പിൾ സംസ്കൃതത്തിലാണ്, ഈവൻ മലയാളം മനസ്സിലാവുന്നവർക്ക് പോലും മനസ്സിലാക്കാവുന്ന സിമ്പിൾ സംസ്കൃതത്തിലാണ് ശ്രീകൃഷ്ണൻ അർജുനനെ വിളിച്ച് ഈ വരി പറയുന്നത്. 35 ലാസ്റ്റ് ശ്ലോകമാണ്. ക്ഷേത്ര പ്ലസ് ക്ഷേത്രജ്ഞയോർ ഏവം അന്തരം ജ്ഞാനചക്ഷുഷ. ഈ ക്ഷേത്രം എന്നുള്ളതും ക്ഷേത്രജ്ഞൻ എന്നുള്ളതും ഒരു ചുക്കും ചുണ്ണാമ്പും മനസ്സിലാകുന്നില്ലല്ലോ എന്നാരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അതിന് ഉത്തരവും കൃഷ്ണൻ പറയുന്നുണ്ട്. അത്ര എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കില്ല. എങ്ങനെയാണോ മുല്ലപ്പൂവിൽ സുഗന്ധം ഇരിക്കുന്നത്, എങ്ങനെയാണോ ലഡുവിൽ മധുരം ഇരിക്കുന്നത്, എങ്ങനെയാണോ ഓരോ ഗുണങ്ങൾ ഓരോന്നിലും നിലനിൽക്കുന്നത് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കില്ല, അനുഭവിച്ചറിയാം നാക്കിലൂടെ അല്ലെങ്കിൽ മൂക്കിലൂടെ. അതുപോലെ ക്ഷേത്രം ഈ ശരീരം, ക്ഷേത്രജ്ഞൻ ശരീരത്തെ അനുനിമിഷം പ്രവർത്തിപ്പിക്കുന്ന 24 മണിക്കൂർ പ്രവർത്തിപ്പിക്കുന്ന ആ ക്ഷേത്രജ്ഞൻ എന്ന ജീവാത്മാവും അത് വസിക്കുന്ന ശരീരവും ഉഭയോ ഏവ അന്തരം അത് തമ്മിലുള്ള വ്യത്യാസം നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധ്യമല്ല. അതുകൊണ്ട് ജ്ഞാനചക്ഷുസ് അകക്കണ്ണുകൊണ്ട് പോലും അല്ല, അകക്കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നല്ല കൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്, ബുദ്ധി കൊണ്ടറിയാൻ പറ്റുന്നല്ല കൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്, വിവേകവും ജ്ഞാനവും കൊണ്ടറിയാൻ പറ്റുന്നല്ല കൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ജ്ഞാനം അപ്ലൈ ചെയ്തിരിക്കുന്ന ജ്ഞാനചക്ഷുസ് കൊണ്ട് മാത്രമേ ശരീരവും ശരീരത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ആത്മചൈതന്യത്തിന്റെ പരസ്പരമുള്ള പ്രവർത്തനവും തിരിച്ചറിയാൻ സാധിക്കുള്ളൂ. അപ്പൊ നമുക്കൊക്കെ പെട്ടെന്ന് മനസ്സിലാവുന്നില്ല എന്നുള്ളതിന് അർത്ഥവും കൂടി കൃഷ്ണൻ വിരല് ചൂണ്ടി പറയുന്നു. മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഒരു ജ്ഞാനചക്ഷുസ് വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നില്ല. ജ്ഞാനചക്ഷുസ് അറിവ് എന്ന് പറയുന്ന ചൈതന്യത്തെ ഉപയോഗിക്കാൻ സാധിക്കുന്ന വ്യക്തികൾക്ക് ജ്ഞാനചക്ഷുസിലൂടെ അനുഭവത്തിലൂടെ വിവരണത്തിലൂടെ കേട്ടും കേൾപ്പിച്ചും അറിയുന്നവർ വിവരിക്കുന്നതും കൂടി കേട്ടും കണ്ടും എല്ലാം കൂടി ചേർത്ത് പിന്നെ കുറെ സയൻസിന്റെ കൂടി എക്സ്പ്ലനേഷനും കൂടി ചേർത്താൽ നമുക്ക് ജ്ഞാനചക്ഷുസ് ആക്റ്റീവാണ്. ജ്ഞാനചക്ഷുസ് എപ്പോഴും ആക്റ്റീവ് ആകുന്നത്, എത്ര ആക്റ്റീവ് ആവുന്നത്? 20% ആക്റ്റീവ് ആകാം ജ്ഞാനചക്ഷുസ്, 30%, 50%, 70%, 80%, 90%. അപ്പൊ നല്ലോണം ജ്ഞാനചക്ഷുസ് വികസിച്ച വ്യക്തിക്ക് ഇത് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. യഥാർത്ഥത്തില് നമ്മുടെ ഈശ സ്വാമി ജഗ്ഗി വാസുദേവൊക്കെ അതിനെക്കുറിച്ച് പറയുന്നത് വളരെ രസകരമായിട്ടുള്ള രീതിയിലാണ്, വളരെ റിയലിസ്റ്റിക് ആയിട്ടാണ് പറയുന്നത്. ആരോ ഒരാള് 2-3 ദിവസം മുമ്പ് ഞാൻ പറഞ്ഞതിന്റെ കമന്റ് പറയേണ്ടായി. ഈശാ സ്വാമി ജഗ്ഗി വാസുദേവ് ആത്മീയതയുടെ പ്രാക്ടിക്കൽ കാര്യങ്ങൾ ഈ ഇന്നത്തെ കാലഘട്ടത്തിൽ ആത്മീയത എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിലേക്കാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഇന്നലെ അദ്ദേഹത്തിന്റെ അടുത്ത് വാരണാസിയിൽ നിന്ന് ഒരാള് ഒരു വീഡിയോ കോളിലൂടെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, വളരെ രസകരമായിട്ടുള്ള രീതിയിൽ. ഞാൻ കണ്ടിട്ടുണ്ട് ഈശാ സ്വാമിയുടെ ഒരു പ്രത്യേകത, അദ്ദേഹം ചിരിക്കും. നമുക്ക് ചിരി വരാത്തതിൽ പോലും അദ്ദേഹം കുറേശ്ശെ ചിരിക്കും. ആ സന്തോഷം പങ്കുവെക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാവുകയാണെങ്കിൽ നമ്മളിങ്ങനെ കരഞ്ഞോണ്ടിരിക്കില്ല. ഞാൻ ഉപയോഗിച്ച വാക്ക് നിങ്ങളെന്നല്ല, പ്രത്യേകിച്ച് ഞാൻ നമ്മൾ ഈ കരഞ്ഞോണ്ടിരിക്കാതിരിക്കാൻ നമുക്ക് സാധിക്കുന്ന ഏറ്റവും നല്ലത് ചിരിക്കുന്നവരെ കാണാം. അവർക്ക് ചെറിയ കാര്യവും ആഹ്ലാദിക്കാനുള്ളതാണെങ്കിൽ അത് നമ്മൾ ആഹ്ലാദ തിമർപ്പിൽ കിടന്ന് തുള്ളിച്ചാടുന്നു എന്ന അർത്ഥത്തിലല്ല പറയുന്നത്. വാരണാസിയിലെ പുതിയ ഗോപുരം ഉദ്ഘാടനം ചെയ്തതിനെ കുറിച്ചിട്ട് അങ്ങയുടെ അഭിപ്രായം എന്താണ്? അപ്പൊ ഇദ്ദേഹം പറയുന്നു, മഹാഭാഗ്യം. നിങ്ങൾ ഈ ചോദ്യം എന്നോട് ചോദിച്ചു, മഹാദൗർഭാഗ്യം, വീഡിയോ കാണുന്നില്ല. എനിക്ക് ആ കോറിഡോറും നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിലൂടെ ആ ഗോപുരം ഒന്നും കാണാൻ സാധിക്കുന്നില്ല. അപ്പൊ അയാൾ പറയുന്നു, മാപ്പ് വാസുദേവ് ജി, മാപ്പ്. കാരണം ഈ വീഡിയോ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ മുഴുവൻ വീഡിയോ ഞാൻ അങ്ങക്ക് അയച്ചുതരാം. അപ്പൊ അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറയുന്നു, അങ്ങനെയൊന്നും അല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നെ കാശിയെക്കുറിച്ച് നല്ല അസലായിട്ടൊരു വിവരണം, ഗംഭീര അടിപൊളി വിവരണം, മോദിയെ കുറിച്ച് നല്ല കമന്റും വിവരണവും കൂടിയാണ്. അതായത് ചില കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമ്മൾ പറയാറില്ലേ, ചിലർക്ക് അവാർഡ് കൊടുക്കുമ്പോ
അവാർഡ് കിട്ടിയ ആളല്ല മഹാനാവുന്നത്, അവാർഡ് കൊടുത്ത ആളാ മഹാനാവുന്നത്. കൊടുത്തെന്ന് വെച്ചാൽ കൊടുത്ത സ്ഥാപനം. അവാർഡ് കൊടുക്കുന്നവരാണ്, ആ സ്ഥാപനമാണ് മഹത്വത്തിലേക്ക് ഉയരുന്നത്. അവാർഡ് കിട്ടുമ്പോൾ കിട്ടിയ വ്യക്തി അല്ല ഉയരുന്നത് എന്ന് പറയുന്നത് പോലെ ചില വ്യക്തികളൊക്കെ ചില പ്രസ്ഥാനങ്ങളാണ്. ദേ ആർ നോട്ട് മിയർലി ഇൻഡിവിജ്വൽസ് ബട്ട് ദേ ആർ എസ്റ്റാബ്ലിഷ്മെന്റ്സ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ജഗ്ഗി വാസുദേവനെ പോലെയുള്ളവർ കുടുംബമുണ്ട്, അദ്ദേഹത്തിന് ഭാര്യ മക്കളൊക്കെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. അങ്ങനെയുള്ള മനുഷ്യൻ ഒരു ഋഷിവര്യന് തുല്യമായിട്ട് ഒത്തിരിയധികം വ്യക്തികളെ, പ്രത്യേകിച്ച് യുവാക്കളെയും യുവതികളെയൊക്കെ അസാധാരണമാം വിധത്തിൽ സ്വാധീനിക്കുന്നു. നന്മകൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നു, അഭിനന്ദിക്കുന്നു, നന്മകൾ ചെയ്തവരൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ള ഒരു കാഴ്ച വളരെ രസകരമാണ്, വളരെ വളരെ രസകരമാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്, അവരെ പോലെയുള്ളവർക്ക് ഈ ആത്മാവിനെ, മരണത്തിലേക്ക് പോകുന്നവരെ മരണത്തിലേക്ക് വിട്ടുകൊടുക്കൂ, എന്തിനാ പിടിച്ചു നിർത്തുന്നത് എന്നൊരു ചോദ്യം അദ്ദേഹം ചോദിച്ചതായിട്ട് ഇന്നലെ വൈകുന്നേരം ഞാൻ അറിഞ്ഞു. സത്യമല്ലേ അത്? മരണത്തിലേക്ക് പോകുന്നവരെ, അതിന്റെ ആന്തരികാർത്ഥം ഇതൊക്കെ അനുഭവിക്കാൻ സാധിച്ച ഗോപാലകൃഷ്ണൻ അത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. മരണത്തിലേക്ക് പോകുന്നവരെ പിന്നെയും പിടിച്ചു നിർത്തി മരുന്ന് കൊടുത്ത് ഇഞ്ചക്ഷൻ കൊടുത്ത് ICUവിലിട്ട് എങ്ങനെയെങ്കിലും ഒരു 2-3 ദിവസം കൂടി ജീവിക്കുമെന്നും പറഞ്ഞിട്ട് 2-3 ലക്ഷം രൂപ ആശുപത്രിക്ക് കൊടുത്ത് നമ്മൾ ചേന വാങ്ങിക്കുന്ന മാതിരി പൈസ അക്കൗണ്ട് സെറ്റിൽ ചെയ്തിട്ട് ഡെഡ് ബോഡി തിരിച്ചു വാങ്ങിക്കുന്നതിന്റെ ആവശ്യമുണ്ടോ എന്നതല്ലേ ശരിക്കും ഈശാസ്വാമിയുടെ ചോദ്യത്തിന്റെ. മരണത്തിലേക്ക് പോകുന്നവരെ മരണത്തിലേക്ക് വിട്ടുകൊടുക്കൂ, അതുള്ള ഒരു യാഥാർത്ഥ്യമാണല്ലോ. അതായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചത്. അത് വളരെ റിയലിസ്റ്റിക് ആയിട്ടും എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഈ ജ്ഞാനചക്ഷുസ്, അദ്ദേഹത്തിനെ പോലെയുള്ളവർക്ക് ജ്ഞാനചക്ഷുസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുമാതിരിയുള്ള ആത്മാവ് എന്താണെന്നുള്ളതൊക്കെ വളരെ സയന്റിഫിക്കലി, ലോജിക്കലി, ഇംഗ്ലീഷിലും ഹിന്ദിയിലും തമിഴിലും മലയാളത്തിലും എല്ലാം കൂടി ചേർത്ത് അദ്ദേഹത്തിന് പറയാൻ സാധിക്കും. ഭൂത പ്രകൃതി മോക്ഷം ച യേ വിദുഹു യാന്തി തേ പരം, തേ പരം യാന്തി. ഇത് അറിയുന്നവര്, യേ വിദുഹു, ആരാണോ അറിയുന്നവര്, അവര് ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ പരമമായ ഗതിയിലേക്ക് എത്തും. അതായത് ജീവിതത്തിന്റെ യാഥാർത്ഥ്യം അറിയുമ്പോഴാണ് നമുക്ക് ശാന്തി ഉണ്ടാവുക. ജീവിതത്തിന്റെ, ഭാര്യ മരിക്കുമ്പോ, അമ്മ മരിക്കുമ്പോ, അച്ഛൻ മരിക്കുമ്പോ, മരണം എന്നുള്ളത് എല്ലാവർക്കും ഉള്ളതാണ്. ഈ കരയുന്നവനും ദുഃഖിക്കുന്നവനും നെഞ്ചത്തടിക്കുന്നവനും മരണമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തി അവനെ ഇരുത്തിയാൽ കണ്ണിൽ നിന്ന് വരുന്ന വെള്ളത്തിന്റെ അളവിനും ദുഃഖത്തിന്റെ ഇന്റൻസിറ്റിക്കും കുറവുണ്ടാവും. എന്തായാലും ദുഃഖിച്ചുകൊണ്ടേ ഇരിക്കുന്നില്ല. 1 മണിക്കൂർ, 2 മണിക്കൂർ, 3 മണിക്കൂർ, 5 മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കും, നമ്മൾ കാപ്പി കുടിക്കും, നമ്മൾ മാറും. അത് ഒരു യാഥാർത്ഥ്യമാണെന്ന ബോധത്തോടുകൂടി നമ്മൾ മരണത്തെ അഭിമുഖീകരിക്കുമ്പോഴാണ് തേ യാന്തി വിദുഹു, ഇതറിയുന്നവരെ യാന്തി തേ പരം തേ പരം യാന്തി, പരമമായ അവസ്ഥയിലേക്ക്, ശാന്തിയിലേക്ക്, സമാധാനത്തിലേക്ക് എത്തുന്നു. ആര്? ഭൂത പ്രകൃതി മോക്ഷം ച. ഈ ജീവജാലങ്ങൾ, ഭൂതം സർവ്വ ജീവജാലങ്ങളും, അത് നിലനിൽക്കുന്ന ആ ശരീരവും പ്രകൃതി തരുന്നതും, ഈ പഞ്ചഭൂതങ്ങളും പ്രകൃതിയും ഈ ആത്മചൈതന്യവും അതിനെക്കുറിച്ചുള്ള മോചനവും, മോക്ഷം എന്ന് വെച്ചാൽ മോചനം. ഇവിടെ ജീവാത്മാവും ശരീരവും, ആത്മാവ് ശരീരത്തിൽ നിന്ന് മാറുന്നതും അതിന്റെയൊക്കെ സാന്നിധ്യവും അതിന്റെയൊക്കെ റോളും ആരാണോ, ഏ വിദുഹു, ആരാണോ അറിയുന്നത്, തേ പരം യാന്തി, അവർ പരമമായ, എന്താ പറയാ, ശാന്തിയിലേക്ക് എത്തുന്നു, പരമമായ അവസ്ഥയിലേക്ക് എത്തുന്നു. അതായത് മരണം എന്നുള്ളത് ഉള്ളതാണ്. എന്തിനാ നെഞ്ചത്തടിച്ച് കരയുന്നത്? ദുഃഖം എന്നുള്ളതാണ്, വിശപ്പ് എന്നുള്ളത് ഉള്ളതാണ്, തടസ്സങ്ങൾ എന്ന് പറയുന്നത് ഉള്ളതാണ് ജീവിതത്തില്, സന്തോഷം എന്ന് പറയുന്നതും ജീവിതത്തിലുള്ളതാണ്, സംതൃപ്തി എന്നുള്ളതും ജീവിതത്തിലുള്ളതാണ്. ഇതെല്ലാം വികാര വിക്ഷോഭങ്ങളും വിചാര വിവേകങ്ങളും, വികാര വിക്ഷോഭങ്ങളും വിചാര വിവേകങ്ങളും എല്ലാം നമ്മുടെ ജീവിതത്തിലുള്ളതാണ്. അതിങ്ങനെ വന്നും പോയിക്കൊണ്ടിരിക്കും. ഏതുപോലെ? വെള്ളത്തിലെ കുമിളകൾ പോലെ എന്ന് ഞാൻ എന്റെ വാക്ക് ഉപയോഗിക്കുന്നു, ഉപനിഷത്തിലെ വാക്കുകളല്ല. ഒരു കുമിള വരും, കുറച്ചു നേരം നിൽക്കും, അത് പോകും. ഒരു വിചാരം വരും, ഒരു ചിന്ത വരും, ഒരു തോന്നൽ വരും, അത് കുറച്ചു നേരം നിൽക്കും, അത് പോകും. ഇനി അടുത്തതിലേക്ക് നമ്മൾ കടന്ന് പിന്നെ പടിയാറും കടന്നവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും ശിവശംഭോ എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ പടികൾ ഓരോന്നും കടന്ന് പോവാണ്. അവസാനം ഒന്ന് റിയലൈസ് ചെയ്യും, യഥാർത്ഥത്തിൽ ഈ ജീവിതം പെർമനന്റ് അല്ല.
ജീവിതം ഈ ശരീരവും പെർമനന്റ് അല്ല, അത് കത്തിച്ചു കളയും അല്ലെങ്കിൽ കുഴിച്ചിടും. ആത്മാവും പെർമനന്റ് അല്ല, അത് വിട്ടുപോകും. നമ്മൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സുകളെല്ലാം കത്തിക്കുന്നതിന്റെ കൂട്ടത്തിൽ കത്തിക്കും. വലുതായിട്ട് ഉപയോഗിക്കാത്തതൊക്കെ ബാക്കി വല്ലവർക്ക് കൊടുക്കും. നമ്മുടെ കട്ടിൽ വേറെ വല്ലവരും ഒക്കെ ഉപയോഗിക്കും. നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാം വേറെ വല്ലവരും ഉപയോഗിക്കും. ചെരുപ്പൊക്കെ കത്തിച്ചു കളയും. കണ്ണടയ്ക്കാണെങ്കിൽ പ്രയോജനമില്ലെങ്കിൽ മാറ്റിവെക്കും. വാച്ചാണെങ്കിൽ വെറുതെ കുറച്ച് എവിടെയെങ്കിലൊക്കെ കിടക്കും. പിന്നെ അത് കഴിഞ്ഞാൽ എവിടേക്കെങ്കിലൊക്കെ പോകും. അതാണ് ജീവിത യാഥാർത്ഥ്യം. ആത്മാവ് തമ്മിലേ ബന്ധമുള്ളൂ, പരമാത്മാവുമായുള്ള ഒരു ആത്മബന്ധം. അല്ലാതെ ആത്മാവിന് ശരീരവുമായിട്ടും വലിയ ബന്ധമൊന്നുമില്ല എന്നൊക്കെ പറയുമ്പോൾ തലയാട്ടി ശരിയല്ലേ എന്ന് ചോദിക്കാം. ശരിയാണെന്ന് തോന്നുന്നവർക്ക് അത് ശരിയാണ്, ശരിയാണെന്ന് തോന്നാത്തവർക്ക് അത് ശരിയല്ല. എന്ത് തോന്നിയാലും എന്ത് തോന്നിയില്ലെങ്കിലും അതൊന്നും ഒരു ഇമ്പോർട്ടന്റ് അല്ല. നമ്മളുടെ അടുത്ത മാസം 26-ാം തീയതി, ഈ മാസം 26-ാം തീയതി ഞായറാഴ്ച നമ്മുടെ രവിചന്ദ്രൻ യുക്തിവാദി സർവവ്യാപിയായ ഈശ്വരനെ കുറിച്ച് കൊല്ലത്തോ മറ്റോ ഒരു പ്രഭാഷണം കൊടുക്കുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് പണ്ട് പറഞ്ഞിരുന്നു, നമുക്ക് ഈ ഹിന്ദു ധർമ്മത്തിലും ഇസ്ലാമിലും മുസ്ലിമിലും ക്രിസ്ത്യൻസിലുള്ള ദുരാചാരങ്ങളെ നമ്മൾ എണ്ണി സമൂഹത്തിൽ നിന്ന് ഇല്ലാതെയാക്കാൻ ഒരുമിച്ച് പ്രവർത്തിക്കാം. അല്ലെങ്കിൽ സർവവ്യാപിയായ ആത്മാവാണോ, ശരീരത്തിലിരിക്കുന്ന ആത്മാവാണോ, ഈ തേങ്ങാക്കൊലയും മാങ്ങാത്തൊലിയും കൊണ്ട് പ്രഭാഷണം നടത്തിയിട്ട് എന്ത് നേടാനാണ്? കയ്യടി നേടാനോ? ആ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിലെ സുനിൽ പി ഇളയിടം എന്ന് പറഞ്ഞൊരു ജന്മമുണ്ട്. എന്താ പറയുന്നതെന്നറിയാം. പറയുന്ന കേട്ടുകഴിഞ്ഞാൽ ഇത്രയും തറ സാധനം, അയാളുടെ പ്രത്യേകത എന്താണെന്ന് TG മോഹൻദാസ് ഞാൻ അടിച്ച് കലക്കി പറഞ്ഞിട്ടുണ്ട്. കേരളത്തിന്റെ കുറെ ശാപങ്ങളാണ്. ജീവിച്ചിരിക്കുമ്പോഴും മരിച്ചു കഴിഞ്ഞാലും കുഴിച്ചിട്ട് കഴിഞ്ഞാലും ഈ അന്തരീക്ഷത്തിലെ വായുവിനും ഭൂമിക്കുമെല്ലാം ദുർഗന്ധമുണ്ടാക്കുന്ന കുറെ എണ്ണങ്ങൾ കേരളത്തിലുണ്ട്. അവർക്ക് പിന്നെ ബുദ്ധിജീവിയുടെയും യുക്തിവാദിയുടെയും പുരോഗമനവാദികളുടെയും ഒക്കെ സർട്ടിഫിക്കറ്റ്, കോവിഡ് വാക്സിനേഷൻ എടുത്ത മാതിരിയുള്ള സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ട്. ഭരണാധികാരികളുടെ സപ്പോർട്ടുണ്ട്. ഇതുങ്ങളൊക്കെ ഡാഷ് ആയിട്ട് അവസാനിച്ചു കഴിഞ്ഞാൽ ഈ കേരളം കുറച്ചെങ്കിലും നന്നാവുള്ളൂ. കുറച്ചു കാലത്തിന് ശേഷമെങ്കിലും ആവുമെന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത്ഗീതയിലെ ഈ അധ്യായം 13-ാം അധ്യായം തീർന്നു. വളരെ ധന്യമായ ഈ ക്ലാസ് കേൾക്കാൻ വന്ന എന്റെ കുടുംബാംഗങ്ങളോടെല്ലാം ഗോപാലകൃഷ്ണന്റെ പ്രണാമം. കൃഷ്ണ